അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും എക്സാം എക്സ്പ്രസിലേക്ക് സ്വാഗതം. അപ്പോൾ CPO അതുപോലെ ഫയർമാൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നീ പരീക്ഷകൾക്ക് അതിശക്തമായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്, അതെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ, അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് അല്ലേ. വളരെ കുറച്ച് നാളും കൂടെ നമ്മുടെ പരീക്ഷയ്ക്കുള്ളൂ. ആ പരീക്ഷയ്ക്കുള്ള ഈ കുറച്ച് നാളുകൾ നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗപ്രദമാകുന്ന ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാം കൃത്യമായി നോക്കിയിരിക്കാം. ഇന്നത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് NCERT-യിൽ നിന്ന് കുറച്ച് ടേംസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്ന യൂട്രോഫിക്കേഷൻ, അതുപോലെ കാറ്റലിറ്റിക് കൺവേർട്ടർ, അതുപോലെ കാർബൺ ക്രെഡിറ്റ്, കാർബൺ ഫുട് പ്രിന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈ വർഷം 2025 എക്സാമിന് പ്രത്യക്ഷപ്പെട്ട കുറച്ച് നമുക്ക് അറിഞ്ഞൂടാത്ത വാക്കുകളുണ്ട് അല്ലേ. ആ വാക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നും കൂടെ ഈ ക്ലാസ്സിന്റെ അവസാനത്തിലേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ വ്യക്തമായിട്ട് കാണുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏത്? പ്ലാസ്മോഡിയം ഓവേൽ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ്. ഓക്കെ, ഈ 4 പ്ലാസ്മോഡിയങ്ങളും മലേറിയക്ക് കാരണമാകും. അപ്പോൾ ഇതിൽ ഏറ്റവും മാരകമായത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു മലേറിയയുടെ ഒരു ഡീറ്റെയിലിങ് നമുക്ക് സ്കൂൾ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ വിശദീകരണം വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ മലേറിയയെ കുറിച്ച് എന്താണ് മനുഷ്യരുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. മലേറിയക്ക് കാരണമാകുന്ന കൊതുകിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? അനോഫിലിസ് കൊതുക് അല്ലെ. അപ്പോ ഈ അനോഫിലിസ് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? മലേറിയ. ഓക്കെ, അപ്പോൾ അനോഫിലിസ് കൊതുക് നമ്മളെ ബൈറ്റ് ചെയ്താൽ എന്ത് വരും? ഈ പറയുന്ന രീതിയിൽ മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മലേറിയ അണുക്കളെത്തും അല്ലെ. അതെങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? അതുപോലെ മലേറിയക്ക് 2 ആതിഥേയ ശരീരങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് മനുഷ്യനും, 2 ഏതാണ്? കൊതുക്. കഴിഞ്ഞ പോലീസ് CPO പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മലേറിയ അണുക്കൾ ആദ്യമായി ബാധിക്കുന്ന ശരീരഭാഗം ഏത്? നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിങ്ങിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഒരാളുടെ കൈയാണ്. ഓക്കെ, ഈ പറയുന്ന കൈയിൽ എന്ത് കടിക്കുകയാണ്? മലേറിയയുടെ കൊതുക് കടിക്കുകയാണ്. ഓക്കെ, ഒരു ബ്ലാക്ക് നിറത്തിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ പറയുന്ന മലേറിയക്ക് കാരണമാകുന്ന കൊതുകിന്റെ സലൈവയില് കൊതുക് നമ്മെ കടിക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ആ ട്യൂബുലർ സ്ട്രക്ചർ നമ്മുടെ ശരീരത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് സലൈവ, ആ കൊതുകിന്റെ സലൈവ നമ്മുടെ ത്വക്കിന്റെ സർഫസിൽ ഇങ്ങനെ തേക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പാരലൈസിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് മരവിക്കാൻ വേണ്ടിയിട്ടാണ്, അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ട്യൂബുലർ സ്ട്രക്ചർ വെച്ചിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുത്തുന്ന സമയത്ത് ഈ സലൈവ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മനുഷ്യരുടെ രക്തത്തിൽ കലരുന്നു. മനുഷ്യരുടെ രക്തത്തിൽ കലരുന്ന സലൈവയില് മലേറിയയുടെ രോഗപകർച്ച രൂപമായ സ്പോറോസോയിറ്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പറയുന്ന കൊതുകിന്റെ സലൈവയിൽ എന്ത് കാണും? സ്പോറോസോയിറ്റ് കാണും. എന്താണ് സ്പോറോസോയിറ്റ്? മലേറിയയുടെ രോഗപകർച്ച രൂപമാണ് സ്പോറോസോയിറ്റ്. ആ സ്പോറോസോയിറ്റുകൾ ആദ്യം ആക്രമിക്കുന്ന ശരീരഭാഗമാണ് ഇത്, കരൾ. ഏതാണ്? കരൾ അല്ലെ. അപ്പോ നമുക്ക് കരളിനെ കുറിച്ച് അറിയാവുന്നതാണ്. കരളിൽ കോശങ്ങളുണ്ട് അല്ലെ. അപ്പോൾ കരളിലെ കോശങ്ങളെ ആക്രമിക്കുകയും അതുപോലെ അവിടെ കിടന്ന് എസെഷ്വലി ഈ രോഗാണുക്കൾ പെരുകുകയും തുടർന്ന് ഈ രോഗാണുക്കൾ ആരെ ആക്രമിക്കുന്നു? രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള RBC ആക്രമിക്കുന്നു. RBC ആക്രമിച്ച് അതിനകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ കിടന്ന് രോഗാണുക്കൾ പെരുകുകയും അങ്ങനെ RBCകളെ പൊട്ടിച്ചുകൊണ്ട് ഈ മലേറിയയുടെ രോഗാണുക്കൾ പുറത്തേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പൊ ആദ്യം കരളിനെ ആക്രമിച്ചു, എന്നിട്ട് RBC ആക്രമിച്ചു, എന്നിട്ട് RBCയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, അവിടെ കടന്ന് പെരുകി RBCയെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ പുറപ്പെടുവിപ്പിക്കുന്ന വിഷപദാർത്ഥത്തിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ഹീമോസോയിൻ എന്ന് പറയും. ഏതാണ്? ഹീമോസോയിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മലേറിയ രോഗികളിൽ
ഇടവിട്ടിടവിട്ട് ശക്തമായ പനി അനുഭവപ്പെടുന്നു അല്ലെ. അതുപോലെ ശക്തമായ വിറയൽ ലക്ഷണമായിട്ട് വരുന്നു. അപ്പൊ ഈ പറയുന്ന ശക്തമായ പനിക്കും അതുപോലെ വിറയലിനും കാരണം എന്താണ്? ഹീമോസോയിൻ ആണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഹീമോസോയിൻ എന്ന വിഷപദാർത്ഥം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. RBCകളുടെ ഉള്ളിൽ കടന്ന് പെരുകി പെരുകി ഇതിന്റെ മെയിലും ഫീമെയിലും ഫോം ചെയ്യുന്നു. ഏതിന്റെ? മലേറിയയുടെ അണുക്കളുടെ മെയിലും ഫീമെയിലും ഫോം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മലേറിയ അണുക്കൾ കൊതുക് കൊടുത്തു, അത് പെരുകി അതിന്റെ മെയിലും ഫീമെയിലും ഒക്കെ ഫോം ചെയ്യുന്ന എവിടെ വെച്ചാണ്? മനുഷ്യനിലാണ് അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മലേറിയക്ക് 2 ആതിഥേയ ശരീരങ്ങൾ അത്യാവശ്യമാണ്. അങ്ങനെ മലേറിയയുടെ ആ മെയിലും ഫീമെയിലും ഈ രോഗിയുടെ രക്തത്തിലുണ്ട്. അപ്പോ ഈ രക്തം എന്ത് ചെയ്യാണ്? നമ്മുടെ ശരീരത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പോൾ 2 ആൾക്കാരെയാണ് അല്ലെങ്കിൽ 2 തരം ആൾക്കാരെയാണ് അനോഫിലസ് കൊതുക് കടിക്കുക. ഓക്കെ, ഒന്ന് മലേറിയ ബാധിച്ച ആൾക്കാരെയും 2 മലേറിയ ബാധിക്കാത്ത ആൾക്കാരെയുമാണ്. ഓക്കെ, അപ്പോൾ ഈ മലേറിയ ബാധിക്കാത്ത ആൾക്കാരെ കടിച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് അല്ലെ. ഞാനിവിടെ ആദ്യമായിട്ട് പറഞ്ഞത്. എന്നാൽ മലേറിയ ബാധിച്ച ഒരാളെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കൊതുക് ഈ പറയുന്ന രീതിയിൽ ബൈറ്റ് ചെയ്യുമ്പോൾ ഈ മെയിലും ഫീമെയിലും ആയിട്ടുള്ള ഗാമീറ്റ് മലേറിയ ബാധിച്ച ആളുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ. ആ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും എന്ത് ചെയ്യുന്നു? ആ പുരുഷ പ്രത്യുൽപാദന കോശം സ്ത്രീ പ്രത്യുൽപാദന കോശം എന്ത് ചെയ്യുന്നു? കൊതുകിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ കൊതുകിന്റെ ഉള്ളിലേക്ക് പോയ ഈ മെയിലും അതുപോലെ ഫീമെയിൽ ഗാമീറ്റും അവിടെ കടന്ന് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്ത് ആ പറയുന്ന അതിൽ മെച്യൂർ ആയിട്ടുള്ള സ്പോറോസോയിറ്റ് എന്ന രോഗകാരി വീണ്ടും എന്ത് ചെയ്യാണ്? ഈ പറയുന്ന കൊതുകിന്റെ ഉമിനീരിലേക്ക് വരികയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു? രോഗബാധിതനല്ലാത്ത ഒരാളെ ഈ കൊതുക് കടിക്കുമ്പോൾ ഈ രോഗം അയാളിലേക്ക് വ്യാപിക്കുന്നു. അപ്പൊ ഇതാണ് മലേറിയയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലേറിയ ലൈഫ് സൈക്കിൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. അപ്പോ ഈ പറയുന്ന മലേറിയ അണുക്കളുടെ ഈ വ്യാപനം അല്ലെങ്കിൽ മലേറിയ രോഗാണുബാധ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റൊണാൾഡ് റോസ് അല്ലെ. നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 1958 ആണ്. അത് മാത്രമല്ല, മലേറിയക്ക് നൽകുന്ന ഫലപ്രദമായ മരുന്നാണ് ഏതെന്ന് പറയുന്നത്? ക്യുനൈൻ എന്ന് പറയുന്നത് അല്ലെ. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് സിൻചോണ. ഏതാണ്? സിൻചോണ. ഓക്കെ, ലോക മലേറിയ ദിനം കൂടെ ഞാൻ ഇവിടെ പറയുകയാണ്. ലോക മലേറിയ ദിനം എന്ന് ചോദിച്ചെങ്കിൽ എന്നാണ്? ഏപ്രിൽ 25. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കാം. അനോഫിലിസ് കൊതുകാണ് മലേറിയക്ക് കാരണമാകുന്നത്. മലേറിയക്ക് കാരണമാകുന്ന 4 പ്രോട്ടോസോവകളെ നിങ്ങൾ പരിചയപ്പെട്ടതാണ്. പ്ലാസ്മോഡിയം ഓവൈൽ, പ്ലാസ്മോഡിയം ഫെൽസിപാറം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ്. അതിൽ ഏറ്റവും മാലിഗ്നന്റ് അല്ലെങ്കിൽ ഏറ്റവും മാരകമായ മലേറിയക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം ഫെൽസിപാറം. ഒരു രോഗകാരി അല്ലെങ്കിൽ ഈ പറയുന്ന അനോഫിലിസ് കൊതുകിന്റെ ഉമിനീരിൽ മലേറിയയുടെ രോഗപകർച്ച രൂപമായ സ്പോറോസോയിറ്റുകളുണ്ട്. അത് മനുഷ്യനിലേക്ക് പ്രവേശിക്കുകയും ആദ്യം കരളിനെ ആക്രമിക്കുകയും തുടർന്ന് RBC ആക്രമിക്കുകയും RBCയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ കിടന്ന് പെരുകി RBCയെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഹീമോസോയിൻ എന്ന് പറയുന്ന വിഷപദാർത്ഥത്തെ പുറത്തേക്ക് വിടുകയും അതിനെ തുടർന്ന് പുരുഷ സ്ത്രീ പ്രത്യുൽപാദന കോശം ഈ പറയുന്ന മലേറിയ രോഗിയുടെ ശരീരത്തിൽ ഫോം ചെയ്യുകയും പിന്നീട് മലേറിയ രോഗിയെ ഈ കൊതുക് കടിക്കുമ്പോൾ സ്ത്രീ പ്രത്യുൽപാദന കോശം കൊതുകിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ വെച്ച് ബീജസംയോജനം നടന്ന് പുതിയ അണുക്കൾ ഫോം ചെയ്യുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന മലേറിയ രോഗാണുബാധയ്ക്ക് 2 ആതിഥേയ ശരീരങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് കൊതുകും മറ്റൊന്ന് ഏതാണ്? മനുഷ്യനും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്ലൈഡ് ഉപയോഗിച്ച് റിവൈസ് ചെയ്യാം. ഓക്കെ, മലമ്പനി പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന ഏകകോശ ജീവിയാണ് ഈ രോഗത്തിന് കാരണം. പ്ലാസ്മോഡിയത്തിന്റെ വിവിധ സ്പീഷീസുകൾ നമ്മൾക്കറിയാം. ഏതൊക്കെയാണ്? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, വിവിധ തരം മലമ്പനിക്ക് കാരണമാകുന്നു ഇവ. ഇതിൽ മാരകമായ മലമ്പനിക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ്. രോഗാണുവാഹകരായ അനോഫിലിസ് പെൺകൊതുകുകൾ കുത്തുമ്പോൾ പ്ലാസ്മോഡിയത്തിന്റെ രോഗപകർത്തുന്ന രൂപമായ സ്പോറോസോയിറ്റുകൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പരാതങ്ങൾ ആദ്യം കരൾ കോശങ്ങളിൽ വെച്ച് പെരുകുന്നു, പിന്നീട് അരുണ രക്താണുക്കളെ ആക്രമിക്കുകയും അവയെ നശിപ്പിച്ച് പുറത്തു വരികയും ചെയ്യുന്നു. ഈ രക്താണുക്കൾ പിളരുന്നതിനോടൊപ്പം വിഷപദാർത്ഥമായ ഹീമോസോയിൻ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് വിറയലിനും 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഇടവിട്ടുള്ള കഠിനമായ പനിക്കും ഇടയാകുന്നു. മാത്രമല്ല, രോഗബാധിതനായ ഒരു വ്യക്തിയിൽ നിന്നും അനോഫിലിസ് പെൺകൊതുകുകൾ വഴി ഈ പരാതങ്ങൾ കൊതുകിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും തുടർന്നുള്ള വളർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യമാണ്, മനുഷ്യ ശരീരത്തിൽ വെച്ച് ഇതിന്റെ പുരുഷ സ്ത്രീ പ്രത്യുൽപാദന കോശം അണുക്കളുടെ ഫോം ചെയ്യുകയും ആ പരാതങ്ങൾ എന്ത് ചെയ്യുന്നു? കൊതുകിന്റെ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും അവിടെ കടന്ന് ഇത് ബീജസംയോജനം നടത്തി പുതിയ അണുക്കൾ ഫോം ചെയ്യുന്നു അല്ലെ. പരാതങ്ങൾ കൊതുകിന്റെ ശരീരത്തിൽ
വായുകുഴലിനുള്ളിലെ സ്വയം പെരുകി സ്പോറോസൈറ്റുകൾ ആകുന്നു. ഇത് ഉമിനീർ ഗ്രന്ഥികളിൽ ശേഖരിക്കപ്പെടുകയും ഈ കൊതുകുകൾ വഴി സ്പോറോസൈറ്റുകൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. പ്ലാസ്മോഡിയത്തിന്റെ ജീവിതചക്രം പൂർണ്ണമാകാൻ 2 ആതിഥേയ ശരീരർ ആവശ്യമാണ്. ഒന്ന് മനുഷ്യജീവിയും പിന്നെ ഇതാണ് കൊതുക്. അനോഫിലിസ് പെൺകൊതുകുകൾ രോഗാണുവാഹകരായും വർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മലമ്പനിയെ കുറിച്ച് സ്പഷ്ടമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ മലേറിയ അണുക്കളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റൊണാൾഡ് റോസ് അല്ലെ. മലേറിയ ബാധിക്കുന്ന കരൾ, ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കരള്. കരളുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് വൃക്ക, പ്ലീഹ തുടങ്ങിയവ അല്ലെ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആന്തരിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്ന ഒരു രോഗമാണ് മലേറിയ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആദ്യമായി ആക്രമിക്കുന്ന അവയവമാണ് കരള്. പിന്നീട് ഇതിന്റെ ബാധ വൃക്കയിലേക്കും പ്ലീഹയിലേക്കും പോകുന്നു. ഇതിനൊരു പേര് പറയും മലേറിയക്ക് അല്ലെ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് മലേറിയ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മലേറിയ രോഗാണുക്കൾ വൃക്കകളെ ബാധിക്കുന്നു. വൃക്കകൾ രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നു. ഈ ബാധയെ തുടർന്ന് ഈ പ്രവർത്തനത്തിന് തകരാറുണ്ടാവുകയും അങ്ങനെ അരിച്ചു മാറ്റുന്നതിൽ രക്തം കലരുകയും ചെയ്യുന്നു. പുറന്തള്ളുന്ന മൂത്രത്തിൽ ഒരു രക്തം കലങ്ങിയ നിറമാണ്, അതായത് ഒരു കടുത്ത നിറമാണ്. അതുകൊണ്ടാണ് മലേറിയയെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ വിഷമയം കുറച്ചു കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനെ ചതുപ്പ് രോഗം എന്നും വിളിക്കുന്നുണ്ട്. ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് മലേറിയ. മലേറിയക്ക് നൽകുന്ന മരുന്നാണ് ക്യുനൈൻ. ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സസ്യമാണ് സിഞ്ചോണ. ഓക്കെ, നാഷണൽ മലേറിയ എറാഡിക്കേഷൻ പ്രോഗ്രാം 1958. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ഈ മലേറിയ രോഗത്തോടൊപ്പം ആഡ് ഓൺ ചെയ്യുകയാണ്. മലേറിയയെ എങ്ങനെ നിയന്ത്രിക്കാം? ഓക്കെ, ആദ്യത്തേത് EDPT. എന്താണ് EDPT? ക്യാൻസർ രോഗം പഠിച്ചു കഴിഞ്ഞാലും ഈ ഒരു സമാന പദം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. EDPT എന്ന് പറയുന്നത് എയർലി കേസ് ഡിറ്റക്ഷൻ ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്. രോഗത്തെ പരമാവധി നേരത്തെ കണ്ടെത്തിയിട്ട് ആവശ്യാനുസരണം ചികിത്സ നൽകുക. ഇതാണ് EDPT. രോഗത്തെ നേരത്തെ കണ്ടെത്തി ആവശ്യാനുസരണം എന്ത് നൽകുക? ചികിത്സ നൽകുക. അടുത്ത മറ്റൊരു മരുന്നാണ് ക്ലോറോക്യൂൻ എന്ന് പറയുന്നത്. മലേറിയക്കെതിരെ നൽകുന്ന ഒരു മരുന്നാണ്. ഓക്കെ, വീട്ടിൽ ആഡംബര മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കിൽ ലാർവിയോറസ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെ വളർത്തുക. അതായത് നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ പൊക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ടാങ്കിനകത്ത് ചെറിയ ചെറിയ ഗപ്പി പോലത്തുള്ള മത്സ്യങ്ങൾ ഇട്ടേക്കും അല്ലെ. അത് ഈ പറയുന്ന ജലക്കെട്ടുകളിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. ആ സാധ്യത കണക്കാക്കിക്കൊണ്ട് ഈ പറയുന്ന ഗ്ലാസ് ടാങ്കുകളിൽ ഈ മത്സ്യങ്ങളെ നിക്ഷേപിക്കും. അപ്പോൾ ഈ കൊതുകുകൾ മുട്ടയിടുമ്പോൾ അതിന്റെ ലാർവുകളെ ആര് ഭക്ഷിച്ചോളും? ഈ പറയുന്ന മത്സ്യങ്ങൾ ഭക്ഷിച്ചോളും. അങ്ങനെ കൊതുകിന്റെ എണ്ണത്തെ കുറയ്ക്കുവാൻ സാധിക്കുന്നു. അതാണ് വീട്ടിലെ ആഡംബര മത്സ്യ ടാങ്കുകളിൽ വളർത്തുന്ന ടാങ്കിൽ ലാർവി ഓറസ്, ലാർവുകളെ കഴിക്കുന്ന അല്ലെ, ലാർവി ഓറസ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെ വളർത്തുക. ഇതോടുകൂടി മലേറിയ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം. വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, പരീക്ഷയുടെ ഒരു ട്രെൻഡാണ് NCERT-യിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഈ രോഗങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ചോദിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പോ അത് ഏത് പരീക്ഷയായാലും ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം രോഗങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് NCERT-യിലെ ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം രോഗങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും കുറച്ചധികം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു ഈ ഒരു എക്സാം ഓറിയന്റേഷനിൽ NCERT-യിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ ഏത്, അവയുടെ രോഗകാരി ഏത്, അതുപോലെ അതിൽ കൊതുകുകൾ രോഗങ്ങൾ പരത്തുന്നുണ്ടോ എങ്കിൽ അവയെക്കുറിച്ചും പറയുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കംപ്ലീറ്റ് സെക്ഷനാണ് NCERT-യിലെ മനുഷ്യരുടെ ആരോഗ്യ രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശ്രദ്ധിക്കാം. NCERT-ൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന രോഗമാണ് ഏത്? ടൈഫോയിഡ്. ഓക്കെ, അപ്പോൾ ടൈഫോയിഡിന് കാരണമാകുന്ന, എല്ലാവരും ഇത് കേട്ടങ്ങ് പഠിച്ചാൽ മതി, ടൈഫോയിഡിന് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേര് സാൽമോണല്ല ടൈഫി എന്നാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ രോഗമാണ് ഏതെന്ന് പറയുന്നത്? ന്യൂമോണിയ. ഈ ഇടയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു. ന്യൂമോണിയക്ക് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന ബാക്ടീരിയയാണ് എന്തിന് കാരണമാകുന്നത്? ന്യൂമോണിയക്ക് കാരണമാകുന്നത്. മൂന്നാമത്തേത് കോമൺ കോൾഡ്. കോമൺ കോൾഡിന് കാരണമാകുന്നത് വൈറസ് ആണ്. കോമൺ കോൾഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ജലദോഷം എന്ന് പറയാം അല്ലെ. കോമൺ കോൾഡിന് കാരണമാകുന്നത് റൈനോ വൈറസ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടത്
രോഗങ്ങൾ, രോഗകാരികൾ, പിന്നെ അതിൽ മൊസ്കിറ്റോ വെക്ടറായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ പഠിക്കും. ഓക്കെ, NCERT എന്നൊരു റിവിഷൻ മാതൃകയാണ്. മലമ്പനിയുടെ ഡീറ്റെയിലിംഗ് പറഞ്ഞതിന് ശേഷം ഇതും കൂടെ ഒന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത രോഗമാണ് മലേറിയ. മലേറിയയെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താണ് അതിന്റെ രോഗകാരി? ഏകകോശ ജീവിയായ പ്രോട്ടോസോവ. അത് ഏതാണ്? പ്ലാസ്മോഡിയം അല്ലെ. അപ്പോ പ്ലാസ്മോഡിയം ആണ് രോഗകാരി. ആ പറയുന്ന രോഗകാരി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പ്രോട്ടോസോവ. ഇതിന് കാരണമാവുന്ന കൊതുകും കൂടെ ഓർത്തിരിക്കുക. കൊതുകിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? അനോഫിലിസ് കൊതുക്. അതും കൂടെ പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തതാണ് അമീബിയാസിസ്. ഓക്കെ, അമീബിയാസിസ് എന്ന് പറയുന്ന രോഗം. അമീബിയാസിന് കാരണമാകുന്നതും ഒരു പ്രോട്ടോസോവയാണ്. ആ പ്രോട്ടോസോവയുടെ പേരാണ് എൻറ്റമീബ ഇസ്റ്റോളിറ്റിക. എന്താണ് പ്രോട്ടോസോവയുടെ പേര്? എൻറ്റമീബ ഇസ്റ്റോളിറ്റിക. ഓക്കെ, അടുത്ത രോഗമാണ് അസ്കാരിയാസിസ്. ഓക്കെ, ഏതാണ് രോഗത്തിന്റെ പേര്? അസ്കാരിയാസിസ്. ഇതൊരു വിരരോഗമാണ്. ഇതിന് കാരണമാകുന്ന വിരകൾ ഉരുണ്ട ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലെ. റൗണ്ട് വേമാണ് ഏതിന് കാരണമാകുന്ന വിരകൾ? അസ്കാരിയാസിന് കാരണമാകുന്ന വിരകൾ. അങ്ങനെ അസ്കാരിയാസിന് കാരണമാകുന്ന ആ ഉരുണ്ട വിരകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അസ്കാരിസ് വിര. ഏതാണ്? അസ്കാരിസ് വിര. ഇതൊക്കെ ചോദിക്കും. ഓക്കെ, അതുപോലെ ഈ പറയുന്ന ഫൈലേറിയൽ വിര മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫൈലേറിയാസിസ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ മലയാളം കൂടെ എഴുതുകയാണ്. ബാക്കി എല്ലാത്തിന്റെ ടേം അതുപോലെ തന്നെ അങ്ങ് പഠിച്ചിരുന്നാൽ മതി. ഫൈലേറിയാസിസ് ഏതാണ്? മന്ത്. ഈ ടൈഫോയിഡിന്റെ മലയാളം കൂടെ ഞാൻ ഇവിടെ നിന്ന് എഴുതാണേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്നിപാത ജ്വരം. ഏതാണ്? സന്നിപാത ജ്വരം. മന്തിന് കാരണമാകുന്നത് ഫൈലേറിയൽ കുടുംബത്തിൽപ്പെട്ട വിരകളാണ്. എന്ത് കുടുംബത്തിൽപ്പെട്ട വിരകളാണ്? ഫൈലേറിയൽ കുടുംബത്തിൽപ്പെട്ട വിരകളാണ്. ഓക്കെ, ഫൈലേറിയൽ കുടുംബത്തിൽപ്പെട്ട വിരകളായ ഉച്ചറേറിയ എന്ന് നമ്മൾ പറഞ്ഞു ശീലിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഉക്കറേറിയ ബ്രാൻക്രോഫ്റ്റി, ഉക്കറേറിയ മലായി എന്ന് രണ്ട് രീതിയിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഈ വിരകൾ, ഈ ഉക്കറേറിയ ബ്രാൻക്രോഫ്റ്റി, ഉക്കറേറിയ മലായ് എന്നീ വിരകൾ, രണ്ട് വിരകളുടെ പേരാണ് ഉക്കറേറിയ ബ്രാൻക്രോഫ്റ്റി, ഉക്കറേറിയ മലായി. ഈ വിരകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലിംഫ് കുഴലുകളിൽ തങ്ങി നിൽക്കുകയും ആ പറയുന്ന ലിംഫിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ ലിംഫ് കുഴൽ വീങ്ങും. നമ്മൾ പ്രത്യക്ഷത്തിൽ കൈകാലുകൾ വീങ്ങിയതായി തോന്നുമെങ്കിലും വീങ്ങുന്നത് എന്താണ്? ലിംഫ് കുഴലാണ്. ഈ ഒരു കണ്ടീഷനാണ് മന്ത് എന്ന് പറയുന്നത് അല്ലെ. ആ മന്തിന് കാരണമാകുന്ന വിരകളാണ് ഫൈലേറിയൽ വിരകൾ. രണ്ട് വിരകളുടെ പേര് ഞാൻ പറഞ്ഞു. ആ കൊതുകിന്റെ പേരൂടെ പഠിച്ചിരിക്കുക. കൊതുകിന്റെ പേരാണ് ക്യൂലെക്സ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കാം. കൊതുകിന്റെ പേരെന്താണ്? ക്യൂലെക്സ് കൊതുക്. ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ സാംക്രമിക രോഗമാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാം. ആ രോഗത്തിന്റെ പേരാണ് റിംഗ്വാം. മലയാളത്തിൽ ഇതിനെ വട്ടച്ചൊറി എന്ന് പറയും. ഏതാണ്? വട്ടച്ചൊറി. ഈ ഒരു വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ്വാമിന്റെ ബാധ ഉണ്ടാകുന്നത് നമ്മുടെ ഈ മുടിയുടെ ഈ ഒരു സ്കാൽപ്പിലും അതുപോലെ നമ്മുടെ സ്കിന്നിലും ഒക്കെയാണ് അല്ലെ. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? ഈ ഫംഗസ് മൂലം വട്ടത്തിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് വീർത്ത് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞ് വട്ടത്തിലൊക്കെ വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് വട്ടച്ചൊറി എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ആ ഒരു വട്ടച്ചൊറിക്ക് കാരണമാകുന്ന ഫംഗസുകൾ ഏവ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസ്പോറം. ഏതാണ്? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ, എപ്പിഡെർമോഫൈറ്റൺ. ഇടയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോ ഈ പറയുന്ന താഴെ തന്നിരിക്കുന്നവയിൽ ഇതുമൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കാണ് എപ്പിഡെർമോഫൈറ്റൺ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? നമുക്ക് അറിഞ്ഞുകൂടെ ആയിരിക്കും അല്ലെ. അപ്പൊ ഉത്തരമായിട്ട് എന്ത് കറുപ്പിക്കാം? വട്ടച്ചൊറി കറുപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NCERT പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ. ടൈഫോയിഡിന് കാരണമാകുന്നു സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ. ന്യൂമോണിയക്ക് കാരണമാകുന്നു സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസി എന്ന ബാക്ടീരിയ. കോമൺ കോൾഡിന് കാരണമാകുന്നു റൈനോ വൈറസ്. മലേറിയക്ക് കാരണമാകുന്നു പ്ലാസ്മോഡിയം. കൊതുക് ഏതാണ്? അനോഫിലിസ്. അമീബിയാസിന് കാരണമാകുന്ന പ്രോട്ടോസോവ എൻറ്റമീബ ഇസ്റ്റോളിറ്റിക. അസ്കാരിയാസിന് കാരണമാകുന്ന വിര അസ്കാരിസ് വിര. ഇതൊരു ഉരുണ്ട വിരയാണ്. പഠിച്ചിരിക്കുക. ഇതൊരു എന്ത് വിരയാണ്? ഉരുണ്ട വിരയാണ്. ഫൈലേറിയാസിന് കാരണമാകുന്നത് ഫൈലേറിയൽ വിരകളാണ്. പേരുകൾ ഞാൻ പറയുകയാണ്. ഉക്കറേറിയ ബ്രാൻക്രോഫ്റ്റി, ഉക്കറേറിയ മലായ് എന്നീ ഫൈലേറിയൽ വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മന്ത്. ഇതിന്റെ വാഹകർ ആരാണ്? ക്യൂലെക്സ് കൊതുകാണ്. അതുപോലെ അടുത്ത അവസ്ഥയാണ് റിംഗ്വോം അഥവാ വട്ടച്ചൊറി. ഇതിന് കാരണമാകുന്ന ഫംഗസുകളാണ് എപ്പിഡെർമോഫൈറ്റൺ, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ. ഇത്രയും കാര്യങ്ങൾ NCERT നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ലഭിക്കും. അത് നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പഠിച്ചു. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇത്രയും തന്നെ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ,
രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഹൃദയ സംബന്ധമായ തകരാറുകളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? അതിറോസ്ക്ലിറോസിസ്, ആഞ്ചിന, അതുപോലെ ഹൃദയസ്തംഭനം, രക്താതിസമ്മർദ്ദം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു വിശദീകരണത്തിലേക്ക് കടക്കാം. എല്ലാവരും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ കണ്ടീഷനായിട്ട് പറയാം. നമുക്കറിയാം ഹൃദയത്തിന്റെ ജോലി എന്താണ്? എല്ലാ ശരീരഭാഗങ്ങളിലേക്കും രക്തത്തെ എത്തിക്കുകയാണ് ഹൃദയത്തിന്റെ ജോലി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ശരീരത്തിലെ വിവിധ മെറ്റബോളിക് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ആ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടിഞ്ഞുകൂടുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങുന്ന രക്തം സിരകൾ വഴി ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹൃദയം ആ രക്തത്തെ പമ്പ് ചെയ്ത് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് രക്തത്തിൽ ഓക്സിജൻ കലർന്നു. ആ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ധമനികൾ വഴി, ഹൃദയത്തിൽ നിന്നും ധമനികൾ വഴി ഈ രക്തം ശരീരത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്നു. വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കലർന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഈ ചാക്രികമായി ആവർത്തിക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങൾ നിലയ്ക്കും, മരണത്തിലേക്ക് നയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കണ്ടീഷണലായിട്ട് നോക്കാം. ഹൃദയത്തെ ബാധിക്കുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് പറയാം, അതിറോസ്ക്ലിറോസിസ്, അല്ലെ? എന്താണ് അതിറോസ്ക്ലിറോസിസ്? ഈ പറയുന്ന ധമനികൾ എല്ലായിടത്തേക്കും, എല്ലാ അവയവ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കുന്ന ധമനികളിൽ കൊളസ്ട്രോൾ, കാൽഷ്യം, കൊഴുപ്പടിഞ്ഞുകൂടി ധമനികളുടെ ഉള്ളു കുറയുന്നു. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അതിറോസ്ക്ലിറോസിസ്. ഇതിന്റെ ഫലമായി എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക്, അല്ലെ? ഒരു ജീവിതശൈലി രോഗവും കൂടെ ആയിട്ട് പറയാം. എന്താണ്? ഹൈ ബ്ലഡ് പ്രഷർ. ഓക്കെ, അതായത് നമ്മുടെ ഹൃദയാറകൾ ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം. അത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 ആ ചുരുങ്ങിയ അറകൾ വിശ്രമ അവസ്ഥയിലേക്ക് എത്തുവാൻ ആവശ്യമായ മർദ്ദമാണ് ഡയസ്റ്റോളിക് മർദ്ദം. അതെത്രയാണ്? 80. അപ്പോൾ സിസ്റ്റോളിക് മർദ്ദം 120, ഡയസ്റ്റോളിക് മർദ്ദം 80. ഇതിന്റെ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് mmHg. നോർമൽ BP ചോദിച്ചു കഴിഞ്ഞാൽ 120/80 mmHg ആണ്. അതിൽ 120 അറകൾ ചുരുങ്ങാൻ ആവശ്യമായ സിസ്റ്റോളിക് പ്രഷറും 80 അറകൾ വിശ്രമാവസ്ഥയിലേക്ക് എത്താൻ ആവശ്യമായ ഡയസ്റ്റോളിക് പ്രഷറും. ഈ പ്രഷർ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. ഈ പറയുന്ന രക്തസമ്മർദ്ദ നിരക്ക് പരിശോധിക്കുമ്പോൾ 140/90 mmHg ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? 140/90 mmHg ആണെങ്കിലും അതിൽ കൂടുതലോ ആണെങ്കിൽ എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ആണ്, അല്ലെ? അപ്പോൾ ഒരിക്കലും രക്തസമ്മർദ്ദം കൂടാൻ പാടില്ല. രക്തസമ്മർദ്ദം കൂടിയ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈ BP എന്ന് പറയുന്നത് നിശബ്ദനായ കൊലയാളിയാണ്, അല്ലെ? ഈ പറയുന്ന BP കൂടി കഴിഞ്ഞാൽ മരണം വരെ. അപ്പോ ഈ ഒരു കണ്ടീഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഹൈ ബ്ലഡ് പ്രഷർ. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ആൻജിന പെക്ടോറിസ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെ ആൻജിന പെക്ടോറിസ് അല്ലെങ്കിൽ ആൻജൈന പെക്ടോറിസ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാലും പഠിച്ചിരുന്നാൽ മതി. അതായത് പ്രധാനമായിട്ടും ഈ ഒരു അവസ്ഥ കാണപ്പെടുന്നത് മധ്യവയസ്കരിലാണ്. ഈ പറയുന്ന രീതിയിൽ ഹൃദയത്തില് ഏതൊരു ശരീരഭാഗത്തിനും പ്രവർത്തിക്കാൻ ഓക്സിജൻ എന്ന് പറയുന്ന വാതകം വളരെ എസെൻഷ്യൽ ആണ്. അങ്ങനെ ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിച്ചില്ല എങ്കിൽ നെഞ്ചുവേദന ഉണ്ടാകാൻ തുടങ്ങും, അല്ലെ? ചെസ്റ്റ് പെയിൻ ഉണ്ടാകാൻ തുടങ്ങും. ആ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. അപ്പോൾ മധ്യവയസ്കരിലാണ് ഈ ഒരു അവസ്ഥ പ്രധാനമായി കണ്ടുവരുന്നത്. എന്താണ് കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന നമുക്ക് നെഞ്ചുവേദന വരും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ആൻജിന പെക്ടോറിസ്. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അല്ലെ? അപ്പോ എന്താണ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയം സ്തംഭിച്ചു പോകുന്ന ഒരു അവസ്ഥ, അല്ലെ? നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് ഇത് ഔരസാശയം, അല്ലെ? ഇവിടെയും ഈ പറയുന്ന ശ്വാസകോശത്തിന്റെ ഭാഗമായ ബ്രോങ്കൈ ഉണ്ട്, ഇവിടെയും ബ്രോങ്കൈ ഉണ്ട്. ഇതിനകത്ത് നിറച്ചു എന്താണ്? വായു അറകളാണ്, അല്ലെ? അതിനകത്ത് എന്താണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്? ഓക്സിജൻ ആണ്, രക്തത്തിൽ കലരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ രോഗാണുബാധ മൂലം ഈ പറയുന്ന വായു അറകളിൽ വെള്ളം കെട്ടുകയാണ്, അല്ലെ? അല്ലെങ്കിൽ കഫം പോലെയുള്ള ഘടകങ്ങൾ അടിഞ്ഞുകൂടി വായു അറകൾ എന്ത് ചെയ്യുന്നു? വീങ്ങുന്നു. അപ്പൊ ഈ വായു അറകൾ വീങ്ങിയാൽ ഈ പറയുന്ന ബ്രോങ്കയും ഇങ്ങനെ വീങ്ങി വീങ്ങി വരും. ആ പറയുന്ന
ഈ ബ്രോങ്കയുടെ ശ്വാസകോശങ്ങളുടെ ഇടയിലായിട്ട് ഒരാളുടെ മുഷ്ടി ചുരുട്ടിയാൽ ഈ വലുപ്പമുള്ള ഹൃദയം അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്വാസകോശങ്ങൾ ഇങ്ങനെ വീർത്ത് വന്നു കഴിഞ്ഞാൽ ഹൃദയം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് കൺജസ്റ്റ് ആയി പോകും, ഞെരുങ്ങിപ്പോകും. അങ്ങനെ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ ഹൃദയം സ്തംഭിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ അതിറോസ്ക്ലിറോസിസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ആൻജിന പെക്ടോറിസ്, ഹാർട്ട് ഫെയിലിയർ, ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കാം. രക്തപര്യാനാവസ്ഥയിലെ തകരാറുകൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഞാനത് പഠിപ്പിച്ചു തന്നു. ഇനി നമുക്ക് അതിന്റെ സ്ലൈഡ് ഒന്ന് റിവൈസ് ചെയ്യാം. രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, സാധാരണ നിലയിലുള്ള രക്തമർദ്ദത്തെക്കാൾ കൂടിയ രക്തമർദ്ദത്തെയാണ് രക്താതിസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. സാധാരണ മർദ്ദം 120/80 ആണ്. ഇത് സിസ്റ്റോളിക്കും ഇതെന്താണ് ഡയസ്റ്റോളിക്കും. ഓക്കെ, ഇതിൽ 120 mmHg എന്നത് സങ്കോച മർദ്ദം അഥവാ പമ്പ് ചെയ്യുമ്പോഴുള്ള മർദ്ദം. ഓക്കെ, അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ അറകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചുരുങ്ങുമ്പോഴാണ് അവിടെ അടങ്ങിയിരിക്കുന്ന രക്തം എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് ആയിട്ട് മുന്നോട്ടേക്ക് ഒഴുകുന്നത്. അപ്പോൾ ആ ഹൃദയം പമ്പ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയാം. അതാണ് അഥവാ പമ്പ് ചെയ്യുമ്പോഴുള്ള മർദ്ദം എന്ന് പറയുന്നത്. അതുപോലെ 80 mmHg എന്നത് വികാസമർദ്ദം അഥവാ വിശ്രമാവസ്ഥയിലുള്ള മർദ്ദവുമാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ചുരുങ്ങുമ്പോൾ രക്തം എന്ത് ചെയ്യുന്നു, മുന്നോട്ടേക്ക് ഒഴുകുന്നു അല്ലെ. എന്നിട്ട് അറകൾ എന്ത് ചെയ്യുന്നു, വിശ്രമാവസ്ഥയിൽ വരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. തുടർച്ചയായുള്ള പരിശോധനയിൽ രക്തമർദ്ദം 140/90 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിനെ രക്താതിസമ്മർദ്ദം എന്ന് വിളിക്കാം. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും പ്രധാന അവയവങ്ങളായ തലച്ചോറ്, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ നോക്കിക്കോളണേ, തലച്ചോറ്, വൃക്ക എന്നിവയും കൂടെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് രക്താതിസമ്മർദ്ദം. കൊറോണറി ധമനി രോഗം, കൊറോണറി ആർട്ടറി ഡിസീസസ്, ഇതിന്റെ മറ്റൊരു പേരാണ് ധമനി കാഠിന്യം അല്ലെങ്കിൽ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ, നാരുകൾ അടങ്ങിയ കലകൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഓക്കെ, ഇതാണ് ഏത്, കൊറോണറി ധമനി രോഗം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഹൃദ്രോഗ സമയത്തുള്ള നെഞ്ചുവേദന. അതിനെയാണ് ആൻജിന എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുന്നുണ്ട്. ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന കഠിനമായ നെഞ്ചുവേദനയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ആൻജിന ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാമെങ്കിലും മധ്യവയസ്കരിലും മുതിർന്നവരിലുമാണ് സാധാരണയായി കാണപ്പെടുന്നത്. രക്തത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്ന വിവിധ അവസ്ഥകളാണ് ഈ അസുഖത്തിന് നിദാനം. ഓക്കെ, അപ്പോ ഹൃദയസ്തംഭനം, ഹാർട്ട് ഫെയിലിയർ, ഹൃദയം ശരീര ആവശ്യങ്ങൾക്കനുസരിച്ച് ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ഏത്, ഹൃദയസ്തംഭനം. ഈ ഹൃദയസ്തംഭനത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസകോശത്തിന്റെ ആ ഒരു കൺജങ്ഷൻ മൂലം ഹൃദയങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, രക്തം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. രണ്ടാമത്തേത് ഹൃദയത്തിൽ താളാത്മകമായിട്ടുള്ള ഒരു ചലനമാണ് നടക്കുന്നത് അല്ലെ. അതാണ് ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ 2 തരത്തിലുള്ള ഹൃദയസ്തംഭനമുണ്ട്. അതിൽ ഒന്നാണ് ശ്വാസകോശത്തിന്റെ കൺജങ്ഷനാണ് ഏതിന്, ഇപ്പോ ഈ ഹാർട്ട് ഫെയിലിയർ ഇതിന് ആധാരമാകുന്നത് എന്നതിനാൽ ഇതിനെ സങ്കോചാധിഷ്ഠിത ഹൃദയസ്തംഭനം എന്ന് പറയുന്നു. ഈ ഹൃദയസ്തംഭനത്തിന്റെ പേരെന്താണ്, സങ്കോചാധിഷ്ഠിത ഹൃദയസ്തംഭനം. ഈ പറയുന്ന ശ്വാസകോശങ്ങളുടെ കൺജക്ഷൻ മൂലം ഹൃദയം സ്തംഭിച്ചു പോകുന്ന അവസ്ഥയാണ് ഏത്, ഈ പറയുന്ന ഹാർട്ട് ഫെയിലിയർ. എന്നാൽ മറ്റൊരു ഹൃദയസ്തംഭനമുണ്ട്, ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന ഹൃദയസ്തംഭനം. ഓക്കെ, അതായത് സങ്കോചാധിഷ്ഠിത ഹൃദയസ്തംഭനം ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന ഹൃദയസ്തംഭനത്തിൽ നിന്നും ഹൃദയത്തിന് ലഭിക്കുന്ന രക്തത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഹൃദയാഘാതത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഓക്കെ, ഈ പറയുന്ന ഹൃദയസ്തംഭനവും ഈ പറയുന്ന ഹൃദയാഘാതവും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ചെയ്തത് ഏതായിരുന്നു, ഈ പറയുന്ന സങ്കോചാധിഷ്ഠിത ഹൃദയസ്തംഭനമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയമിടിപ്പ് തകരാറിലാകുന്നത് മൂലമുണ്ടാകുന്ന ഹൃദയസ്തംഭനവും അതുപോലെ രക്തത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഹൃദയാഘാതവും. 3ഉം വ്യത്യസ്തമാണ്. ഓക്കെ, പഠിച്ചിരിക്കുക. അടുത്ത 3, 4, 5 ചോദ്യങ്ങളുടെ ഉത്തരം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പറയുന്ന റീസെന്റ് നടന്ന ഫോഴ്സ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു 3, 4, 5 ക്വസ്റ്റ്യൻ ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്.
ക്വസ്റ്റ്യങ്ങൾ വായിച്ചു നോക്കാം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? കണ്ടോ, ഹൃദയ അറകൾ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഹൃദയ അറകളിൽ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? അതുപോലെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. 3 ക്വസ്റ്റ്യൻസ് ഹൃദയ അറയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കൊരു ഹൃദയ ഘടന ഒന്ന് വരച്ച് അതിൽ ആ പൊസിഷനുകൾ രേഖപ്പെടുത്തി തറവായി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഹൃദയത്തിന്റെ സ്ഥാനം തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരാളുടെ മുഷ്ടി ചുരുട്ടിയാൽ ഈ വലുപ്പമുള്ള ഹൃദയം അയാളുടെ ഔരസാശയത്തിൽ ശ്വാസകോശങ്ങളുടെ ഇടയിലായി അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ഹൃദയത്തിന് പ്രധാനമായിട്ടും 4 അറകളാണുള്ളത് അല്ലെ. ആ 4 അറകളെ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അതായത് ഇത് മുകളിലത്തെ അറകളാണ്. മുകളിലത്തെ അറകളുടെ പേര് ഏതാണ്? ഏട്രിയങ്ങളാണ്. ഈ വരയ്ക്കുന്നത് ഹൃദയത്തിന്റെ താഴത്തെ അറകളാണ്. ഈ താഴത്തെ അറകളുടെ പേരാണ് ഏത്? വെൻട്രിക്കിൾ. ഏതാണ്? വെൻട്രിക്കിൾ. ഞാൻ ഹൃദയ അറകൾ എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ 4ആയിട്ട് വേർതിരിക്കുന്നു. ആ 4ആയിട്ട് വേർതിരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും വലിയ അറകൾ എന്താണ്? വെൻട്രിക്കിളുകളാണ് അല്ലെ. അപ്പോ ഏട്രിയങ്ങളെ അപേക്ഷിച്ച് വെൻട്രിക്കിൾ എന്താണ്? അല്പം വലുതാണ്. ഈ പറയുന്ന സ്ഥാനം കൊടുക്കാം. ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇതെന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഇതിൽ തിക്കസ്റ്റ് വാൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനായിരിക്കും? ഇടത് വെൻട്രിക്കിളിനായിരിക്കും അല്ലെ. അപ്പോ പ്രോസസ്സുകളെ കുറിച്ച് ചെറിയൊരു അവലോകനം നടത്തുകയാണെങ്കിൽ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം വഹിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തില്ലേ, ഈ യെല്ലോ വെച്ച് മാർക്ക് ചെയ്ത ആ കുടലിന്റെ പേരാണ് ഊർധ മഹാസിര. അങ്ങനെ ഊർധ മഹാസിര വഴി കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെയാണ് ഹൃദയത്തിന്റെ താഴെയുള്ള രക്തം ഈ പറയുന്ന അധോ മഹാസിര വഴി എവിടേക്ക് എത്തുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അങ്ങനെ രക്തങ്ങൾ എവിടേക്ക് എത്തുകയാണ്? വലത് ഏട്രിയത്തിലേക്ക് എത്തുകയാണ്. രക്തം എത്തിയതിനു ശേഷം വലത് ഏട്രിയത്തിന്റെ മുകളിൽ വലത് കോണിലായിട്ട്, അതായത് ഇവിടെയായിട്ട്, അങ്ങനെയാണ് പോയിന്റ്. വലത് ഏട്രിയത്തിന്റെ മുകളിൽ വലത് കോണിൽ, ഞാനിപ്പോ റെഡ് വെച്ചതിനെ മാർക്ക് ചെയ്തു. ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഏത്? SA നോഡ്. ഏതാണ് കുഞ്ഞുങ്ങളെ? SA നോഡ്. ഓക്കെ, അപ്പോൾ SA നോഡ് പുറപ്പെടുവിപ്പിക്കുന്ന വൈദ്യുത ആവേഗത്തിലൂടെ ഈ പറയുന്ന ഏട്രിയങ്ങൾ ചുരുങ്ങുകയും രക്തങ്ങൾ എന്ത് ചെയ്യുന്നു? വെൻട്രിക്കിളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു എക്സാമ്പിളിനാണ് ഞാൻ രക്തം, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം വലത് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണിച്ചു തന്നത്. ഓക്കെ, ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് പോകുന്നത് ഓക്സിജൻ അടങ്ങിയ രക്തമാണ്. സർക്കുലേറ്ററി സിസ്റ്റം മുഴുവനായിട്ട് പറയുന്നില്ല, ഘടന മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഓക്കെ, അങ്ങനെ ആ പറയുന്ന വലത് ഏട്രിയത്തിൽ നിന്നും രക്തം എവിടേക്ക് പോവാണ്? വലത് വെൻട്രിക്കിളിലേക്ക് പോവാണ്. വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം എന്ത് ചെയ്യാൻ പാടില്ല? വലത് ഏട്രിയത്തിലേക്ക് തിരിച്ചൊഴുകാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെയായിട്ട് 3 ദളങ്ങളുള്ള വാൽവ് ഉണ്ട്. ആ വാൽവിനെ വിളിക്കുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, അപ്പൊ റൈറ്റ് ഏട്രിയത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം എത്തിച്ചതാരാണ്? ഈ ടിക്ക് ചെയ്യുന്ന ഈ ഭാഗമാണ് ഊർധ മഹാസിര, ഈ ഭാഗമാണ് അധോ മഹാസിര. ഊർധ അധോ മഹാസിരകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങുന്ന രക്തത്തെ എവിടേക്ക് എത്തിച്ചു? വലത് ഏട്രിയത്തിലേക്ക് എത്തിച്ചു. വലത് ഏട്രിയത്തിന്റെ മുകളിൽ വലത് കോണിലുള്ള, ഇപ്പൊ ഞാൻ മഞ്ഞ വെച്ച് റൗണ്ട് ചെയ്ത് ഈ ഒരു നോഡ് അല്ലെ, ഈ നോഡാണ് ഇത് SA നോഡ്. SA നോഡ് പുറപ്പെടുവിപ്പിച്ച വൈദ്യുതാവേഗത്തിലൂടെ 2 ഏട്രിയങ്ങളും ചുരുങ്ങി. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് വലത് ഏട്രിയം ആയതുകൊണ്ട് വലത് ഏട്രിയം ചുരുങ്ങി രക്തം എവിടേക്ക് വന്നു? വലത് വെൻട്രിക്കിളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങുന്ന രക്തം എത്തി. ഞാൻ ഇപ്പോൾ വരച്ചില്ലേ, ഈ കുഴലാണ് ശ്വാസകോശധമനി. ഏതാണ് കുഴലിന്റെ പേര്? ശ്വാസകോശധമനി. ശ്വാസകോശധമനി വഴി ഈ രക്തം എവിടേക്ക് എത്തുകയാണ്? ലങ്സിലേക്ക് എത്തുകയാണ്. കണ്ടോ, ഞാനൊരു ലങ്സ് ഇവിടെ വരച്ചു. അതിലെന്തുണ്ട്? വായു അറകളുണ്ട് അല്ലെ. ഈ പറയുന്ന വായു അറകളിൽ ഓക്സിജൻ ഉണ്ട്. എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അങ്ങനെ ഈ ശ്വാസകോശ ധമനി വഴി രക്തം എന്ത് ചെയ്യാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങുന്ന രക്തം വായു അറകളിലേക്ക് എത്തുന്നു. വായു അറകളിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് വായു അറകളിലെ ഓക്സിജൻ എന്ത് ചെയ്യുകയാണ്? രക്തത്തിൽ കലരുകയാണ്. രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ പറയുന്ന ഹൃദയത്തിൽ നിന്ന് പോയ രക്തത്തിൽ വായു അറകളിലെ ഓക്സിജൻ കലർന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഓക്സിജൻ അടങ്ങുന്ന രക്തം ഈ പറയുന്ന ശ്വാസകോശത്തിൽ നിന്നും മറ്റൊരു കുഴല്, അതിന്റെ പേരാണ് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഈ കുഴലല്ലേ, ഈ കുഴലിന്റെ പേരാണ് ശ്വാസകോശസിര. ഏതാണ്? ശ്വാസകോശസിര. അങ്ങനെ ഓക്സിജൻ അടങ്ങിയ രക്തം ശ്വാസകോശസിര വഴി എവിടേക്ക് എത്തിയിരിക്കുകയാണ്? ഇടത് ഏട്രിയം. അപ്പൊ
വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നത് എന്ത് രക്തമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം. ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്നത് എന്താണ്? ഓക്സിജൻ അടങ്ങുന്ന രക്തം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ എസ്ഐനോട് പുറപ്പെടുവിപ്പിക്കുന്ന വൈദ്യുത ആവേഗത്തിന്റെ ഫലമായിട്ടാണ് ഹൃദയമിടിപ്പ് ഉണ്ടാകുന്നത് അല്ലെ. ആ പറയുന്ന എസ്ഐനോട് വൈദ്യുത ആവേഗത്തെ പുറപ്പെടുവിപ്പിച്ചില്ല എങ്കിലും ഹൃദയമിടിപ്പ് എന്ന് പറയുന്ന പ്രധാന പ്രവർത്തനം നടക്കില്ല. അതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൃദയസ്തംഭനം. അത് ഒരു ഹൃദയസ്തംഭനം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, എന്താണ്? ഈ പറയുന്ന ശ്വാസകോശങ്ങൾക്കിടയിൽ വെച്ച് നമ്മുടെ ഹൃദയം ഇങ്ങനെ സങ്കോചിച്ചു പോകുന്ന ആ ഒരു കണ്ടീഷനാണ് സങ്കോചാധിഷ്ഠിത ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരം ഹൃദയസ്തംഭനങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പോ ഇടത് ഏട്രിയത്തിൽ നിന്ന് രക്തം എവിടേക്ക് എത്തി? കട്ടി കൂടിയ ഭിത്തിയുള്ള ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തി അല്ലെ. അവിടെ നിന്ന് ഈ ഓക്സിജൻ അടങ്ങുന്ന രക്തം ഈ പറയുന്ന ഏറ്റവും വലിയ രക്തക്കുഴലാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തത്. ഇതിന്റെ പേരാണ് ഏത്? മഹാധമനി. ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? അയോട്ട. ആ രക്തം ഇടത് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട മഹാധമനി വഴി ശരീരത്തിന്റെ പല ഭാഗത്തിലേക്കും പോകുന്നു. ഇതാണ് ഹൃദയത്തിന്റെ ഘടനാപരമായിട്ടുള്ള വിവരങ്ങൾ. പരീക്ഷയ്ക്ക് ഉറപ്പിക്കാൻ കുഞ്ഞുങ്ങളെ ഒരു മാർക്ക്. എന്തൊക്കെ പഠിച്ചോ? ഞാൻ വേറൊരു കളർ വെച്ചിട്ടൊക്കെയാണ് ഈ പറയുന്ന ഊർദ്ധമാസിര പഠിച്ചു, അധോമാസിര പഠിച്ചു, എസ്എ നോഡ് പഠിച്ചു, വലത് ഏട്രിയം വലത് വെൻട്രിക്കിൾ പഠിച്ചു, ശ്വാസകോശ ധമനി പഠിച്ചു അല്ലെ. ധമനികൾ എപ്പോഴും വഹിക്കുന്നത് എന്ത് രക്തമാണ്? ഓക്സിജൻ അടങ്ങുന്ന രക്തമാണ്. എന്നാൽ ശ്വാസകോശ ധമനി വഹിച്ചതോ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തമാണ്. ആ പോയിന്റ് നോട്ട് ചെയ്തോളാം. എന്നിട്ട് ഈ ശ്വാസകോശ ധമനി രക്തത്തെ ശ്വാസകോശത്തിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് രക്തത്തിൽ ഓക്സിജൻ കലർന്നു. ആ ഓക്സിജൻ കലർന്ന രക്തം ശ്വാസകോശ സിര വഴി എവിടേക്ക് എത്തിയിരിക്കുകയാണ്? ഇടത് ഏട്രിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ സിരകൾ സാധാരണയായി വഹിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങുന്ന രക്തമാണ്. എന്നാൽ ശ്വാസകോശ സിര വഹിച്ചത് ഓക്സിജൻ അടങ്ങുന്ന രക്തമാണ്. ശരീരത്തിൽ അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ശ്വാസകോശ ധമനി. ശരീരത്തിൽ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ശ്വാസകോശ സിര. ആ രണ്ട് ചോദ്യങ്ങളും പഠിച്ചിരിക്കുക. എന്നിട്ട് ആ ഓക്സിജൻ അടങ്ങുന്ന രക്തം എവിടേക്ക് എത്തി? ഇടത് ഏട്രിയത്തിലേക്ക് എത്തി. ഇടത് ഏട്രിയം എസ്ഐനോട് പുറപ്പെടുവിപ്പിക്കുന്ന വൈദ്യുത ആവേഗത്തിലൂടെ ചുരുങ്ങുകയും ആ രക്തം ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്ന് മഹാധമനി വഴി ശരീരത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളും ഘടനയും വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു. എസ്ഐനോട് എന്താണ്? എസ്ഐനോടാണ് ഹൃദയത്തിന്റെ താളക്രമം. എസ്ഐനോട് ആവേഗത്തെ പുറപ്പെടുവിച്ചില്ല എങ്കിലും ആ സങ്കോച വികാസ പ്രവർത്തനങ്ങൾ നടക്കില്ല. അപ്പോൾ ഹൃദയത്തിന്റെ നിരക്ക്, താളം, വേഗം എന്നിവ ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് എസ്ഐനോട്. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നാരെ വിളിക്കുന്നത്? എസ്ഐനോഡിനെ വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? നോക്കിക്കോളെ സ്റ്റേറ്റ്മെന്റുകൾ. മുകളിലത്തെ രണ്ടറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം എന്നും താഴത്തെ രണ്ടറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിളും മറ്റേത് വലത് വെൻട്രിക്കിളും എന്ന് പറയുന്നു. യെസ്, അത് തന്നെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എന്താണ്? മുകളിലത്തെ അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം, താഴത്തേതിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ. അപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് എ ഓപ്ഷൻ. പഠിച്ച കാര്യമാണ്. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട കാര്യമില്ല. ഓക്കെ, മനുഷ്യ ഹൃദയത്തിൽ ഏതറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഏതാണ്? ഇടത് വെൻട്രിക്കിൾ. നമ്മൾ കണ്ടതാണ് ഫിഗറിൽ. ഞാനത് കൃത്യമായിട്ട് വരച്ച് കാണിച്ചെന്നൊരു കാര്യം കൂടെയാണ് ഇടത് വെൻട്രിക്കിൾ. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. പേസ് മേക്കർ ഏതാണ്? എസ്എ നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് അല്ലെ. എസ്എ നോഡ് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുത ആവേഗത്തിലൂടെയാണ് ഹൃദയത്തിലെ ഏട്രിയങ്ങൾ ചുരുങ്ങുകയും രക്തം മുന്നോട്ടേക്ക് ഒഴുകുകയും ചെയ്യുന്നത്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ഇടത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിലാണോ? ഇടത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണോ? വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണോ? വലത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിലാണോ? അപ്പോ എവിടെയാണ്? വലത് ഏട്രിയത്തിന്റെ മുകളിൽ വലത് കോണിൽ. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം കൂടെ വളരെ കൃത്യമായിട്ട് ദേഹ പഠിച്ചിരിക്കുക. ആറാമത്തെ ചോദ്യം നമ്മുടെ NCERT-യിലെ +2 ലെവൽ ടോപ്പിക്കായ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എടുത്തിട്ടുള്ള ഒരു ചെറിയ ചോദ്യവും ചെറിയ വിശദീകരണവുമാണ്. ഓക്കെ, ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏത്? നമ്മൾക്കറിയാം, ഹരിതഗ്രഹ വാതകം എന്ന് കേൾക്കുമ്പോഴേ ആദ്യം മനസ്സിൽ വരുന്ന ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അത് തന്നെയാണ് ഇവിടുത്തെ ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ ആ അനുപാതത്തെ മനസ്സിലാക്കി തരുന്ന ആ ഒരു ചാർട്ട് നമുക്ക് പഠിക്കാം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ ഇതാണ് ആ ചാർട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈ പറയുന്ന 60%, മീഥേൻ CH4 എത്രയാണ്? 20%, CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ 14%,
നൈട്രസ് ഓക്സൈഡ് എത്രയാണ്? 6%. കാർബൺ ഡൈ ഓക്സൈഡ് ഈ പറയുന്ന പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഹരിതഗ്രഹ വാതകമാണ് അല്ലെ. മീഥേൻ ഉണ്ട്. ക്ലോറോഫ്ലൂറോ കാർബൺ റെഫ്രിജറേറ്ററുകളിൽ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് ക്ലോറോഫ്ലൂറോ കാർബൺ. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന കൃഷിയിടങ്ങളിൽ അമിതമായിട്ട് നൈട്രോജീനസ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. അപ്പൊ ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് ഓർമ്മിച്ചിരിക്കുക. CmFc N2O എന്താണ്? C ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്, M ഫോർ മീഥേൻ, FC ഫോർ ക്ലോറോഫ്ലൂറോ കാർബൺ, N2O ഫോർ നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ഏഴാമത്തെ ചോദ്യത്തിന് നമുക്കൊരു വിശദീകരണം ആവശ്യമില്ല. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മലേറിയ ഏതാണ്? പ്രോട്ടോസോവയാണ് അല്ലെ. ടൈഫോയിഡ് ഏതാണ്? ഈ പറയുന്ന ബാക്ടീരിയ ആണ്. അസ്കാരിയാസിസ് ഏതാണ്? വിരകളാണ്. ജലദോഷം ഏതാണ്? വൈറസ്. ഇതെന്തിനാണ് ഈ ചോദ്യം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT-യിൽ നിന്ന് നമ്മൾ എന്തിന് ഈ പറയുന്ന രോഗങ്ങൾ രോഗകാരികൾ പഠിച്ചു എന്നതിനെ കൃത്യമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഞാൻ പ്രീവിയസിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചിരിക്കും. നമ്മുടെ PSC പരീക്ഷകളിൽ ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന കുറച്ച് വാക്കുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ വാക്കുകൾ എന്താണ്? ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാൻ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോ ആദ്യത്തേത് ഒരു ഫോഴ്സ് തല പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് യൂട്രോഫിക്കേഷൻ? ഓക്കെ, അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധമായ ഒരു ജലാശയത്തിലേക്ക് അമിതമായി പോഷകങ്ങളുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഇത് യൂട്രോഫിക്കേഷൻ. അപ്പോ ഈ പറയുന്ന പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും നൈട്രജനും ഫോസ്ഫറസും ജലാശയത്തിലേക്ക് ഒഴുകിയെത്താൻ പാടില്ല. ഇത് ഒഴുകിയെത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന രീതിയിൽ സസ്യങ്ങൾ അമിതമായി വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജൈവ അവശിഷ്ടങ്ങൾ ഈ പറയുന്ന ജലാശയങ്ങൾ കുമിഞ്ഞുകൂടുകയും നദിയുടെ ആഴം കുറയുകയും ജലം ചൂടുള്ളതായി മാറുകയും അതുപോലെ പയ്യെ പയ്യെ ജലാശയം കരയായി മാറുകയും ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ഓക്കെ, അപ്പോ ജലാശയങ്ങളിൽ അമിതമായി പോഷകങ്ങൾ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് യൂട്രോഫിക്കേഷന് കാരണം. അതുമൂലം ഉണ്ടാകുന്ന കോസസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, അടുത്തതാണ് ബയോമാഗ്നിഫിക്കേഷൻ. വേറൊന്നുമില്ല, എന്താണ് ബയോമാഗ്നിഫിക്കേഷൻ? ഒരു ജലാശയത്തിലേക്ക് ഈ പറയുന്ന വിഷം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയാറുണ്ടല്ലേ, റേച്ചൽ കഴ്സന്റെ പ്രശസ്തമായ പുസ്തകമായ നിശബ്ദ വസന്തത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ പറയുന്ന DDT ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജലത്തിൽ നോക്കുമ്പോൾ വിഷാംശത്തിന്റെ ഗാഢത കുറവായിരിക്കും. പക്ഷേ ഓരോ തലം ജീവികൾ, ഇപ്പോ ചെറിയ ജീവികളുണ്ട്, അതിനേക്കാൾ വലുതുണ്ട്, അതിനേക്കാൾ വലുതുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? ഒന്നാമത്തെ പോഷണതലത്തിലാണ്. സസ്യങ്ങളെ ആശ്രയിക്കുന്ന പുൽച്ചാടി ഉൾപ്പെടുന്നത് രണ്ടാമത്തേലാണ്. പുൽച്ചാടിയെ പിടിക്കുന്ന തവള ഉൾപ്പെടുന്നത് മൂന്നാമത്തെ പോഷണതലത്തിലാണ്. അപ്പോ ഈ പറയുന്ന പോഷണതലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സസ്യങ്ങൾ ഉൾപ്പെടുന്ന പോഷകതലം ഒന്നാണ്. ഈ പറയുന്ന സസ്യങ്ങളെ ആശ്രയിക്കുന്ന മുയൽ വർഗത്തിൽപ്പെട്ട സസ്യാഹാരികൾ, കൂടുതലായി സസ്യങ്ങൾ കഴിക്കുന്ന ആഹാരികൾ ഉൾപ്പെടുന്നത് രണ്ടാമത്തേലാണ്. അപ്പോൾ സസ്യങ്ങൾ ഉൾപ്പെടുന്ന പോഷകതലം ഒന്നാണ്. സസ്യങ്ങളെ ആശ്രയിക്കുന്ന മുയൽ പോലെയുള്ള ജീവികൾ ഉൾപ്പെടുന്ന പോഷകതലം രണ്ടാണ്. മുയലിനെ ആര് പിടിക്കുന്നു? പാമ്പ് പിടിക്കുന്നുണ്ട് അല്ലെ. ആ പാമ്പുകൾ ഉൾപ്പെടുന്നത് മൂന്നാമത്തെ പോഷകതലത്തിലാണ്. അതുപോലെ പാമ്പിനെ ആഹാരമാക്കുന്ന കഴുകൻ, അതുപോലെ പരുന്ത് പോലെയുള്ള ജീവികൾ ഉൾപ്പെടുന്നത് നാലാമത്തെ പോഷകതലത്തിലാണ്. അപ്പോ ഇതാണ് പോഷണതലം എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ ജലത്തിൽ നിന്ന് ഈ പറയുന്ന ജലത്തെ ആശ്രയിക്കുന്ന ഓരോ ജീവികളിലേക്ക്, ഓരോ തലം ജീവികളിലേക്ക് ഈ പറയുന്ന ജലം അല്ലെങ്കിൽ വിഷാംശം അടങ്ങിയ ജലം എത്തുന്തോറും അതിന്റെ ഗാഢത എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ആ പറയുന്ന പ്രോസസ്സിന്റെ പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര ശൃംഖലയിൽ വിഷാംശം എന്ത് ചെയ്യും? കൂടി വരും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ. അപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലാശയത്തിലേക്ക് DDT വരുന്നു. ആ DDT ചെറിയ മത്സ്യത്തിലേക്ക് പോകുന്നു, വലിയ മത്സ്യത്തിലേക്ക് പോകുന്നു. വലിയ മത്സ്യത്തെ ആര് കഴിക്കുന്നു? പക്ഷികൾ റാഞ്ചി എടുക്കുന്നു അല്ലെ. ആ പക്ഷികളിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന വിഷാംശത്തിന്റെ ഗാഢത എന്ത് ചെയ്തിരിക്കും? കുറയുകയല്ല ചെയ്യുന്നത്, കൂടി വരും. ക്ലിയർ ആയല്ലോ. അങ്ങനെ ആ പക്ഷികളുടെ കാൽഷ്യത്തിന്റെ ഉപാപചയത്തെ ബാധിക്കുകയും പക്ഷികളുടെ മുട്ടത്തോടിന്റെ കനം കുറയുകയും പക്ഷികളുടെ പുതുതലമുറകളെ ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബയോമാഗ്നിഫിക്കേഷന്റെ ഫലമായിട്ട് ഈ പറയുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്ന് ശാസ്ത്രീയമായ കണ്ടെത്തലുണ്ട്. ഓക്കെ, ഇതും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് യൂട്രോഫിക്കേഷൻ, എന്താണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ? വേറൊന്നുമില്ല, ഈ പറയുന്ന താപനിലയങ്ങൾ, വ്യവസായശാലകൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിൽ particulate matter എന്ന ഘടകമുണ്ട്. ഓക്കെ, എന്താണ് particulate matter അല്ലെങ്കിൽ PM എന്ന് നമുക്ക് ഷോർട്ട് നെയിം ചെയ്യാം അല്ലെ.
ഖരദ്രവ മാലിന്യങ്ങളുടെ അവസാനഘട്ട രൂപമാണ് ഏത്? പർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെ. ആ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ വേർതിരിക്കുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ പർട്ടിക്കുലേറ്റ് മാറ്റർ അടങ്ങുന്ന വായുവിനെ ശുദ്ധമാക്കുവാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഏത്? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ. എന്താണ് സ്ക്രബ്ബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തില് വ്യവസായ ഇടങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിൽ സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങൾ ഉണ്ടെങ്കിൽ അവയെ വേർതിരിക്കുവാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ക്രബ്ബർ. അപ്പോൾ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ വേർതിരിക്കാൻ സഹായിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ. സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് സ്ക്രബ്ബർ ആണ്. അടുത്തതാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഉപയോഗശൂന്യമായ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ. ആ ഉപയോഗശൂന്യമായ ഘടകങ്ങളെ കമ്പാരിറ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ സഹായിക്കുന്ന വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഒരു ഘടകമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. വില കൂടിയ ലോഹങ്ങളായ റോഡിയം, പല്ലേഡിയം മുതലായവ കൊണ്ട് നിർമ്മിച്ച ഒരു ഘടകമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളിൽ നിന്ന് ഉപയോഗശൂന്യമായ ഹൈഡ്രോ കാർബണുകൾ പുറന്തള്ളുന്നുണ്ട്. ആ ഹൈഡ്രോ കാർബണുകളെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റുവാൻ സഹായിക്കുന്ന ഘടകമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. അപ്പോൾ ഈ പറയുന്ന ഉപയോഗശൂന്യമായ ഘടകത്തെ ഉപയോഗപ്രദം പോലെ ആക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. അതും കൂടെ പഠിച്ചിരിക്കാം. എന്താണ് കാർബൺ ക്രെഡിറ്റ്? നമുക്കറിയാം അന്തരീക്ഷത്തിൽ ആഗോളതാപനം നടക്കുകയാണ് അല്ലെ. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് ഏതെന്ന് പറയുന്നത്? പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ്. മറ്റ് വാതകങ്ങളെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. എന്താണ് ആഗോളതാപനം? ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന വർധനവ് താപനിലയിൽ എന്തുണ്ടാക്കും? വൻ വർധന ഉണ്ടാക്കും. ഹരിതഗ്രഹ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്. ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോ വിവിധ വ്യവസായശാലകൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗ്രഹ വാതകങ്ങളെ പുറന്തള്ളുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഒരു കാര്യം ഞാനിവിടെ കൃത്യമായി പറയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവൽ ചെയ്യുകയോ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലോ നമുക്കൊരു അംഗീകാരം ലഭിക്കും. അതാണ് ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലഭ്യമാക്കി തരുന്നത് ഇവിടുത്തെ കൃഷിക്കാരാണ് അല്ലെങ്കിൽ പാരിസ്ഥിതിക സംരക്ഷകരാണ്. അവർ മരങ്ങൾ വെച്ചോ ഈ പറയുന്ന രീതിയിൽ കൃഷി ചെയ്തോ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ വലിച്ചെടുക്കും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും? ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടും. അങ്ങനെ ഈ കാർബൺ ക്രെഡിറ്റ് ഈ പറയുന്ന കമ്പനികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ വ്യവസായശാലകൾ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഒരു സ്ഥാപനം അമിതമായി കാർബണെ പുറന്തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കാർബൺ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്തു? റിമൂവൽ ചെയ്തു. ഓക്കെ, അവർക്ക് കിട്ടുന്ന അംഗീകാരമാണ് ഒരു കാർബൺ ക്രെഡിറ്റ്. ആ കാർബൺ ക്രെഡിറ്റ് കൃഷിക്കാരോ പാരിസ്ഥിതിക സംരക്ഷകരോ കയ്യിൽ നിന്ന് ഈ പറയുന്ന വിവിധ കമ്പനി ഉടമകൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർബണെ പുറന്തള്ളാൻ പറ്റും. അതായത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവ് കാർബണെ പുറന്തള്ളാനുള്ള അംഗീകാരമാണ് ഇത് കാർബൺ ക്രെഡിറ്റ്. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യണം? കാർബണെ അബ്സോർബ് അല്ലെങ്കിൽ റിമൂവൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് കാർബൺ പുറന്തള്ളാൻ പറ്റും. അതാണ് കൃഷിക്കാർക്ക് കിട്ടുന്ന കാർബൺ ക്രെഡിറ്റ്. കൃഷിക്കാർ എന്ത് ചെയ്യുന്നത്? വ്യവസായികൾക്ക് ഈ പറയുന്ന രീതിയിൽ കൈമാറുന്നത്. ഓക്കെ, അടുത്തതാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഇടപെടൽ മൂലമോ മറ്റു പ്രവർത്തനങ്ങൾ മൂലമോ അല്ലെങ്കിൽ പ്രധാനമായി മനുഷ്യന്റെ ഇടപെടൽ മൂലം അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡോ മറ്റ് ഹരിതഗ്രഹ വാതകങ്ങളോ പുറന്തള്ളുന്നതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഫുട് പ്രിന്റ്. ഓക്കെ, അപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ മൂലം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയോ മറ്റ് സമാനമായിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏത്? കാർബൺ ഫുട് പ്രിന്റ്. എന്താണ് കാർബൺ സീക്വസ്ട്രേഷൻ? വേറൊന്നുമില്ല, അന്തരീക്ഷത്തിൽ നിന്നും ഈ പറയുന്ന ദോഷകരമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ആഗോളതാപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതിന് ആനുപാതികമായി വരുന്ന വാതകങ്ങളെ വലിച്ചെടുക്കുന്നു, ആഗിരണം ചെയ്ത് സംഭരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ സീക്വസ്ട്രേഷൻ. ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. എന്താണ് കാർബൺ ഓഫ്സെറ്റിംഗ്? വിവിധ കമ്പനികൾ, വിവിധ ഓർഗനൈസേഷനുകൾ എന്ത് ചെയ്യുകയാണ്? കാർബണെ പുറന്തള്ളുകയാണ് അല്ലെ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയാണ്. അവർ എന്ത് ചെയ്യുന്നു? അവർ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ
പൈസ മുടക്കി അല്ലെങ്കിൽ ധനം വിനിയോഗിച്ച പദ്ധതികൾ ആവിഷ്കരിച്ച കാർബൺ എന്ത് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. അത്തരത്തിലൊരു കമ്പനി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് കാർബൺ ഓഫ്സെറ്റിംഗ്. താൻ പുറന്തള്ളുന്ന വാതകത്തെ താങ്കൾ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോജക്റ്റുകൾ സ്കീമുകൾ തയ്യാറാക്കി ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, ആഗിരണം റിമൂവ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഓഫ്സെറ്റിംഗ്. എന്താണ് കാർബൺ ക്രെഡിറ്റ്? ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനുള്ള അനുമതിയാണ് കാർബൺ ക്രെഡിറ്റ്. എന്നാൽ ഈ അനുമതി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്തരീക്ഷത്തിൽ നിന്ന് 1 ടണ്ണോളം കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ആഗിരണം അല്ലെങ്കിൽ റിമൂവൽ ചെയ്താലേ ഒരു കാർബൺ ക്രെഡിറ്റ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത് ലഭിക്കുന്ന ആർക്കാണ്? കൃഷിക്കാർക്കും പാരിസ്ഥിതിക സംരക്ഷകർക്കുമാണ്. അവർ എന്ത് ചെയ്യുന്നു, ഈ അന്തരീക്ഷത്തിൽ നിന്ന് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്തതിന് അവർക്ക് കിട്ടിയ അംഗീകാരമായ ഒരു കാർബൺ ക്രെഡിറ്റ്, ഒരു മൂല്യമാണ് കാർബൺ ക്രെഡിറ്റ്. അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വിവിധ സ്ഥാപനങ്ങൾക്കോ വിവിധ വ്യവസായശാലകൾക്കോ കൈമാറുന്നത് മൂലം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കാർബൺ ക്രെഡിറ്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കാർബണെ പുറന്തള്ളാൻ പറ്റുന്നു. അപ്പോൾ ഇത്തരത്തില് ഒരു കച്ചവട സാധ്യതയും കൂടെ എന്തിനുണ്ട്, കാർബൺ ക്രെഡിറ്റിനുണ്ട്. ഓക്കെ, കൃഷിക്കാർക്കും മറ്റു പാരിസ്ഥിതിക സംരക്ഷകർക്കും ഒരു നേട്ടവും കൂടെയാണ് ഇത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് കാർബൺ ഫുട് പ്രിന്റ്? മനുഷ്യന്റെ ഇടപെടൽ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു. എന്താണ് കാർബൺ സീക്വസ്ട്രേഷൻ? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് സംഭരിക്കുന്നു. എന്താണ് കാർബൺ ഓഫ്സെറ്റിംഗ്? ഒരു വ്യവസായശാലകൾ അല്ലെങ്കിൽ കമ്പനികൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡോ മറ്റു ഹരിതര വാതകങ്ങളോ അവർ തന്നെ എന്ത് ചെയ്യുന്നു, ഫണ്ടുകൾ ഉപയോഗിച്ച് ആഗിരണം ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവൽ ചെയ്യുന്നു. ഇതാണ് കാർബൺ ഓഫ്സെറ്റിംഗ്. യൂട്രോഫിക്കേഷൻ, ബയോമാഗ്നിഫിക്കേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, സ്ക്രബ്ബർ, കാറ്റലിറ്റിക് കൺവേർട്ടർ, കാർബൺ ക്രെഡിറ്റ്, കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ സീക്വസ്ട്രേഷൻ, കാർബൺ ഓഫ്സെറ്റിംഗ്, ഇത്രയും കാര്യങ്ങളും കൂടെ ഇന്നത്തെ ക്ലാസ്സിനോടൊപ്പം പഠിച്ചിരിക്കുക. ഉറപ്പായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ എക്സാം എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തും അതുപോലെ ഈ പറയുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്ന പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കോണ്ടന്റുകളും അതുമായി ബന്ധപ്പെട്ട പദങ്ങളും എല്ലാം കൃത്യമായി വിശദീകരിച്ചു. എല്ലാവരും നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.